ശരണ്യ എന്തോ തേങ്ങാ ചരണ്ടിയാണോ? ഹായ് കൂട്ടുകാരെ, ഷിജു ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ തേങ്ങ ചിരണ്ടുക. അച്ഛനും അമ്മയില്ല, അവര് അമ്മയുടെ ആങ്ങളുടെ വീട്ടിൽ പോയേക്കും. അമ്മയുടെ നാത്തൂന് മേലാനിട്ട് കാണാൻ പോയിരിക്കുകയാണ്. കാരണം പാവ ശരണ്യ ഒറ്റക്ക് തേങ്ങാ ചരണ്ടി. ഞാൻ ചരണ്ടി തന്നേനല്ല. പേടിക്കണ്ട, അടുത്തേന്ന് ചിരണ്ട. ആ ഇത് നമ്മുടെ മീൻ പറ്റിച്ചേന്നു. ആണല്ലേ? അപ്പൊ ഇനി ചരണ്ടണല്ലേ? ഇനി തോരൻ. ആഹാ, ക്യാരറ്റ് വേണം, പടവലം വേണം. പിന്നെ കൂട്ടുകാരെ, എന്ത് ചെയ്യാനാണ്? ഞാൻ ചെന്നപ്പോൾ മീൻ മേടിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഞാൻ മീൻ കിട്ടിയതാ, തീരെ ചെറിയ മത്തി. കുട്ടികൾക്ക് സത്യം അറിയണം. രണ്ടാമത് പോയി മേടിച്ചു. ആദ്യത്തെ മീനെ കൊള്ളത്തില്ലായിരുന്നു. അതെന്താന്ന് പറഞ്ഞു കൊടു കൂട്ടുകാരോട്. അതെനിക്ക് വെട്ടാൻ പാടുള്ള മീനായി. മങ്കടന്ന് പറഞ്ഞില്ലേ, അത് ഭയങ്കര പാടാണ്. മങ്കട. പിന്നെ ഞാൻ അത് കൊണ്ടുപോയി മാറി. എൻ്റെ കൂട്ടുകാരെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഈ മീൻ വെട്ടാൻ പാടാണ് എന്ന് പറഞ്ഞു. അത് ഭയങ്കര മുള്ളല്ല, ഊരാൻ ഭയങ്കര പാടാ. പിന്നെ ഞാൻ അത് കൊണ്ടുപോയി മാറി മത്തി മേടിച്ചു. അപ്പൊ അതേ കുഞ്ഞു മത്തി. അത് കുഴപ്പമില്ല, ഇച്ചിരി വെട്ടിയ. മറ്റേതാകുമ്പോ തൊഴിൽ ഇങ്ങനെ വലിച്ചൂടിയാൽ മൊത്തം പോകും. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഇതൊക്കെയാണ്. ശരണ്യ ഒറ്റക്കുള്ള ഒരു വാചകമാണ്. ശരണ്യയുടെ കൂടെ സഹായിക്കും. ഞാൻ നോക്കിയിട്ട് എടുപ്പം ഞാൻ മാത്രമേ ഉള്ളു. പടവലം തോരൻ വെക്കാം. പടവല അല്ല, എന്നോട് പറഞ്ഞു ക്യാരറ്റ് തോരൻ വെക്കാന്നാണല്ലോ പറഞ്ഞത്. നമുക്ക് ക്യാരറ്റ് നാളെ വെക്കാം, ഇനി സമയം പോയി. ആണോ? അതാകുമ്പോ കൊത്തണം. ഇതാകുമ്പോ ഇങ്ങനെ പടവല തോരനാണോ നല്ലത്? എന്നാ പടവലം തോരൻ വേ. അതുപോലെ ആ, ഒരാള് ഇത് ഒരെണ്ണല്ലേ ഉള്ളു. കഞ്ഞി ഊറ്റാൻ പോവാ. പിന്നെ ശരണ്യയുടെ കയ്യലും മേത്തൊക്കെ വീണാല് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് മതിയാ അടപ്പ്? അടപ്പത് മതി. അപ്പൊ ഊറ്റിയാ മതി. അല്ല, വേറെ അടപ്പ് വേണമെങ്കിൽ പറ്റത്തില്ലെങ്കിൽ. അതെ അതെ, നോക്കാം. ഈ അടപ്പ് വെച്ച് ഊറ്റുന്നതാണോ? അല്ല, അവിടെ വെച്ചേ. അമ്മ ഊട്ടുന്ന ഇത് വെച്ച് ഊറ്റാൻ. കയ്യിലൊന്നും കാലയിലൊന്നും പെയ്യത്തല്ലേ, പെയ്യ ഊറ്റുന്ന. ഞാൻ ശ്രമിക്കാം. അല്ല, ഞാൻ ഊറ്റണോ? അടുപ്പി വീഴും. അതൊക്കെ പിന്നെ അങ്ങനെയാണ്. ഇതൊക്കെ നമുക്ക് പരിചയം കുറവല്ലേ കൂട്ടുകാരെ. വെള്ളം നാലുവഴിയും കൂടി ചൂട് ഒരു രക്ഷയില്ല. ഞാൻ നോക്കാം. വേണ്ട, എന്റെ ശരണ്യനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാണ്. എന്റെ പൊന്നെ, എനിക്ക് തന്നെ പാടുന്നാരാണ് ശരണ്യ. ഞാൻ നോക്കും, ഞാൻ തന്നെ ശ്രമിക്കും. കാരണം നമുക്കും ജീവിക്കണ്ടേ എല്ലാം ചെയ്ത്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വീഴും. കമത്തിക്കോ. അങ്ങനെ ഒന്ന് കമത്താം. കൈ വറക്കണോ? വെള്ളം പോട്ടെ കൂട്ടുകാരെ, അല്ലെങ്കിൽ പണി പോകണം. ഇങ്ങനെ കുറേശ്ശെ അല്ല, എനിക്ക് പേടിയുണ്ട് സത്യം പറഞ്ഞാൽ. നോക്കട്ടെ, ഇനിയെങ്കിലും കപത്തിന്നെ നോക്കട്ടെ. ഈശ്വര, ഇതൊക്കെ അമ്മമാര് ചെയ്യണം, സമ്മതിക്കണം കേട്ടാ. സത്യം പറഞ്ഞാൽ വീട്ടിലെ ആണുങ്ങളൊന്നും അറിയുന്നില്ല അവര് ചെയ്യുന്ന കഷ്ടപ്പാടുകളൊന്നും. അത് സത്യമുള്ള കാര്യം. പിന്നെ അമ്മമാര് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അപ്പൊ ഇപ്പൊ അറിഞ്ഞു. പിന്നെ തീർച്ചയായിട്ടും അറിഞ്ഞു. കമത്തിക്കോ. അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് പരിപാടി. ഇതൊക്കെ കമത്തണം. ഇപ്പൊ എന്തോ ഒരു പുതിയ സംവിധാനമൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്കത് മേടിക്കണം. നമുക്കും അത് മേടിക്കണം, അല്ലെങ്കിൽ ശരിയായില്ല. പിന്നെ ഇവിടെ കൊട്ട മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ കൊട്ട അവിടെ കാണാൻ ഭംഗിക്ക് വെച്ചിരിക്കുകയാണ്. അതിൽ ഒന്നും ചെയ്യല്ല. അതാണ്. അപ്പൊ ഇത് വിടട്ടെ? ഞാൻ വിട്ട അങ്ങനെ ഇരിക്കുമല്ലോ. നോക്കട്ടെ. ഇരുന്ന്. അപ്പൊ ഇനി അവിടെ ഇരി. അപ്പോൾ ബാക്കി കാര്യം ശരണ്യ ചെയ്യും. കണ്ടോ കൂട്ടുകാരെ, എനിക്ക് തന്ന പണി കൊച്ചു മത്തിയേ. കൂട്ടുകാരെ, ഇതേ കണ്ട ശരണ്യ. എന്നിട്ട് അതിൻ്റെ ഇടക്ക് എന്നാണ് ഇതിൻ്റെ പേര്? പടവലം. പടവലം കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പറ്റിച്ചെന്ന് എന്നോട് പറഞ്ഞു. എന്നാണ് ക്യാരറ്റ് തോരൻ എന്നും പറഞ്ഞ്. സമയം നോക്കി എത്ര മണിയായിരുന്നു? ശരിയാണ് കൂട്ടുകാരെ. ഞാനേ മീനും ഇതൊക്കെ മേടിച്ചോണ്ട് വന്ന സമയം പോയി. ഇപ്പൊ തന്നെ 12:30 കഴിഞ്ഞ് കൂട്ടുകാരെ. ഇല്ല 1 മണി ആയില്ല.
ഞാൻ വന്ന എനിക്ക് ഇച്ചിരി മുറ്റത്ത് ഇച്ചിരി കൂട്ടുകാരെ ഞാൻ വന്നപ്പോ താമസിച്ചു പോയി അതുകൊണ്ടാണ്. അതുപോലെ എനിക്ക് ഇച്ചിരി പണിയുണ്ടായി. ഞാൻ തുണിയെല്ലാം വെയിലത്തിട്ടു, പിന്നെ തുണിയുള്ളത് നനച്ചിട്ടു. നല്ല വെയിലല്ലേ. പിന്നെ ഇച്ചിരി പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വന്നപ്പോ താമസിച്ചു പോയി. പിന്നെ മീനും കൊണ്ടുവരണ്ടേ? ഞാൻ വരണ്ട തന്നെ. മീനും കൊണ്ടുവരയോ? അതെ, അതുകൊണ്ട് ഇനി ഞാൻ വല്ലതും ചെയ്യണ ശരണ്യ? തേങ്ങ തിരുമണം. തേങ്ങ തിരുമണം. അല്ല ഇപ്പൊ തിരുമിയത് പിന്നെ എന്തിനുള്ള? അത് മീൻ പറ്റിച്ചത്. ആ, മീൻ പറ്റിക്കണം, മീൻ കറി വെക്കണം. മീൻ എന്തെങ്കിലും ശരണ്യക്ക് എന്താണ് എളുപ്പം അത് ചെയ്യുക. മീൻ പറ്റിക്ക, പൊടിമത്തിയല്ലേ, ആ, പറ്റിക്ക. മീൻ കറി വെച്ച തര നീലുള്ള മത്തിക്ക് നീ തോർത്ത് വെച്ച് തപ്പി നോക്കണം. അത്ര എന്നെ കളിയാക്കണ ശരണ്യ. കളിയാക്കും. ആ, ഏതായാലും ശരണ്യയുടെ ഇഷ്ടാനുസരണം ശരണ്യ ചെയ്യും. എന്നാണെങ്കിലും കഴിക്കാൻ ഞാൻ തയ്യാറ്. അവരിപ്പോ അങ്ങ് വരും. ആ, വരട്ടെ. അപ്പത്തിന് ചോറും കറിയും വെന്താ മതിയായി. എന്നിട്ട് ദൈവമേ, അതെ, അവര് വിശന്ന് വരുമ്പോ ഞാൻ ചോറ് മാത്രം വെച്ച് അവർ ഉറക്കത്തില്ലേ. അന്നേരം ഷിജുവിനെ കുറ്റപ്പെടുത്തിയേക്കണം. ഞാൻ താമസിച്ചല്ലേ ഇത് കൊണ്ടുവന്നത്. ഇത് പെട്ടെന്ന് വെക്കട്ടെ. പച്ചക്കറിയും മീനും ഒക്കെ ഞാൻ താമസിച്ചല്ലേ കൊണ്ടുവന്നത്. ആണ്. ആ, അപ്പൊ അങ്ങോട്ട് പറഞ്ഞേക്കണം. ഈ പൊടിമത്തി വരുമ്പോ സമയം പോകും. കുറച്ചെടുത്താ മതി. കുറച്ച് വറക്കാനും വെട്ടി നോക്കും. ആ, ശരി എന്നാ. തന്നെ എന്തോ എന്തായി നമ്മുടെ തോരനൊക്കെ കൊത്തി തീർന്നു. പടവലവും പച്ചമുളകും സവോള എല്ലാം കൂടെ അരിഞ്ഞു വെച്ചേക്കുക. ഞാൻ ഈ മീൻ വെട്ടിട്ട് വന്നിട്ട് രണ്ടടുപ്പിലാക്കി വെച്ച് പെട്ടെന്ന് പണി തീർക്കാം. ഞാൻ പോയി പൊടി വെട്ടിക്കൊണ്ട് വരട്ടെ. ഓ, പൊടി മത്തിയെന്നും പറഞ്ഞ് കണ്ട ശരണ്യ ഒരു കാര്യം മനസ്സിലാക്കണം. അവരെന്ത് കഷ്ടപ്പെട്ടാണ് ഇതെങ്കിൽ ഇത് പിടിച്ചെന്ന് മനസ്സിലാക്കണം. പൊടിമത്തി പിടിക്കുന്ന ആ, എൻ്റെ കൂട്ടുകാരെ അതെ പൊടിമത്തിയാണെന്നും പറഞ്ഞതേ വെട്ടാനായിട്ട് അച്ഛൻ്റെ ഇരിപ്പുണ്ട്. ഇനി ഇത് എനിക്കറിയാൻ വേണ്ട എന്റെ കൂട്ടുകാരെ. അതെ, നമ്മുടെ ടോബി ആണെങ്കിൽ ഭയങ്കര ബഹളാണ്. മത്തിയാണോ മേടിച്ചെന്നും പറഞ്ഞായിരിക്കണം. ആയിരിക്കും. എനിക്കെന്താ പരിമത്തി തരാത്തേന്ന് ഓർത്തിട്ടറിയും. ഇത്രയും മത്തി പാവം കുത്തിയിരുന്ന് വെട്ടണം അല്ലേ? പിന്നെ ഞാൻ തന്നെ പിന്നെ ഇത് ആര് ചോദിച്ചു മേടിച്ചതാണ് ഈ പൊടിമത്തി മതിയെന്ന് പറഞ്ഞു? ഒന്ന് കൂട്ടുകാരോട് പറഞ്ഞു. ഞാൻ തന്നെ ആ, പറ. ചോദിച്ചു വാങ്ങിയല്ല കൂട്ടുകാരെ, ഞാൻ നല്ല 2 മീൻ മേടിച്ചോണ്ട് വന്ന് കൊടുത്ത്. ചീഞ്ഞതല്ല കേട്ടോ, വെട്ടി പോലും ഇല്ല കൂട്ടുകാരെ. അപ്പോൾ പറഞ്ഞ് അത് പൊളിക്കണ മീനാണ്, എനിക്ക് പാടാണ്, കൊച്ചുമത്തി മതിയെന്ന് പറഞ്ഞു. ദേ ഇപ്പം അതേ കൊച്ചുമത്തി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വങ്കടയെന്ന് പറയുന്ന മീനാണ് ഞാൻ മേടിച്ചെൻ്റെ കൊടുത്തത്. അപ്പം അതെ അങ്ങനെ. പിന്നെ കൂട്ടുകാരെ, മത്തിയൊക്കെ വെട്ടണ വീഡിയോ ഒത്തിരി ഇട്ടിട്ടുള്ളതാണ്. അപ്പം മത്തി വെട്ടി കറി വെക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. അതെ, പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ നമ്മുടെ ഉച്ചവരെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്നു. ശരണ്യ മീനൊക്കെ വെട്ടി കുഴഞ്ഞ കുറച്ച് വെട്ടി, കുറച്ച് നമ്മുടെ ടോബിക്ക് വെട്ടി. നീ ഇത് കഴുകി നന്നായിട്ട് കഴുകണം അല്ലേ? പിന്നെ കൂട്ടുകാരെ, ഇതിനകെല്ലാം ഞാൻ സോപ്പിട്ട് കഴുകും. നമുക്ക് വേറെ ഇടയില്ലാത്തോണ്ട് കുത്തി വെച്ച് മീൻ വെട്ടി കഴുകുന്നത്. ഇതിപ്പോ ഞാൻ സോപ്പും ഷാമ്പും എല്ലാം ഇട്ട് നാരങ്ങത്തൊണ്ടും എല്ലാം ഇട്ട് കഴുകി മത്തിളുമ്പ് മാറ്റിക്കളയും. മീൻ വെട്ടിയാന്ന് പോലും പറയത്തില്ല. അതെ, എന്താ കൂട്ടുകാരെ, അതെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട് അല്ലേ? പിന്നെ നമുക്ക് സ്ഥലം ഇച്ചിരി കുറവാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ വെച്ച് മീൻ വെട്ടണം. അവിടെ വെച്ച് മീൻ വെട്ടാൻ വേണ്ടി അവിടെ ഒന്നും മേശൊന്നും ഇട്ടിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കണം പറഞ്ഞിരിക്കുക. ശരണ്യ, എന്തായി കറിയൊക്കെ? എന്തായി? കറി ഒന്നും ആയില്ല. ഒന്നും ആയില്ലേ? അതെ, മീൻ പറ്റിക്കാൻ എന്റെ പുളി നോക്കിക്കൊണ്ടിരിക്കുക. കൂട്ടുകാരെ, അതെ മീനൊക്കെ അതെ ചട്ടിയിലാക്കി. ഈ മീൻ മാത്രമല്ല, ഇതിന്റെ അടി വല്ലതും ഉണ്ടെന്നൊന്ന് കാണിച്ചു കൂടു കൂട്ടുകാരെ. ഇതിന്റെ അടി
ഞാൻ ഇഞ്ചി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, സവോള ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇപ്പത്തെ പുളി കഴുകാൻ പോവാ, കഴുകിയിട്ട് പുളി ഇടും. ഇതെല്ലാം ഇതിന്റെ അകത്തുണ്ടോ? എല്ലാം ഉണ്ട്. ആ കൂട്ടുകാരെ, നമ്മുടെ പുളി നല്ല വൃത്തിക്കാൻ കഴുകിയെടുക്കുക. ഉരുകട്ടെ ഇപ്പോൾ നമ്മൾ കഴുകണം, അല്ലെങ്കിൽ ഈ പുളിയുടെ അടുത്തൊരു ചുമന്ന ഒരു ഇതുണ്ടല്ലോ കറ, അത് കഴുകി നല്ല വൃത്തിക്ക് എടുത്തിട്ട് വേണം നമ്മൾ പുളി ഇടാൻ. ഇതിന്റെ അടിയിൽ എന്നൊക്കെ ഉണ്ടെന്ന് ഒന്ന് കാണിച്ച്, ഒന്ന് ഇളക്കി കാണിച്ചു കൊടുക്കും കൂട്ടുകാരെ. സവോളയൊക്കെ ഉണ്ടല്ലേ? സവോളയുണ്ട്. നമ്മൾ പുളി വെച്ചു. ഇനി ഇതെന്നാ ചെയ്യാന്ന്? അടപ്പേ വെക്കണം. വെള്ളം ഒഴിച്ച് തീർതി പണിയാണ് ശരണ്യ. അല്ലെങ്കിൽ അച്ഛനമ്മ മെഷീനായിരിക്കും വരുന്നത്. കഴിക്കാൻ കൊടുക്കണ്ടേ? അതെ 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 അതെ. ഞാനെടുത്ത് വെക്കണം ചട്ടി. ചട്ടിക്ക് വെയിറ്റ് ഒന്നും ഇല്ല, ഞാൻ കുറച്ച് അപ്പൊ ഇനി ഇത് ഇരുന്ന് വേകണം അല്ലേ? വേഗണം. വെന്ത് കഴിയുമ്പോൾ പിന്നെ കൂട്ടുകാരെ ഇതിൻ്റെ ഇടക്ക് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? അതാണ് കൊച്ചുമത്തി പീര വറ്റിക്കൽ അല്ലേ? അതിന്റെ ഇടയ്ക്ക് മീൻ വെട്ടിയിട്ട് വന്ന് തേങ്ങ ചെണ്ടി വെച്ചു. പിന്നെ ഇത് മീൻ വറ്റിക്കാനും പടവലം വെക്കാൻ പോലും അതെന്നാണ് മൂടി വെച്ചിരിക്കുന്നത്? മീൻ പറ്റിക്കാനുള്ളത്. താഴെ പോയി പിടിച്ചെടുത്ത് ഭാഗ്യം. അടച്ചിട്ടില്ല ഞല്ലേ നന്നായിട്ട്. ഇപ്പൊ എല്ലാം പോയാനെ. അടുത്ത ചട്ടി വെച്ചല്ലേ? മൂടിയാണ്. അതിനാണ് ഇപ്പൊ എടുത്തോണ്ട് വന്ന മൊന്ത. പിന്നെ കൂട്ടുകാരെ, നമുക്ക് പച്ചമുളക് ഇരിപ്പുണ്ട്, അതും കലക്കൊന്ന് എടുക്കാം. അല്ല ഈ ചട്ടി ചൂടായല്ല? മീനും പറ്റിച്ച് ചട്ടി ചൂടായി, വേഗം ഒഴി. ഒഴിച്ചോ. അങ്ങനെ ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുകിടാൻ പോവുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ടല്ലേ? ചൂടായി ചൂടായി. പൊട്ടണുണ്ട് കണ്ടോ? അങ്ങോട്ട് പൊട്ടട്ടെ. പൊട്ടാൻ ഇച്ചിരി മടി. അങ്ങോട്ട് പൊട്ടട്ടെ. അല്ല, അടുത്ത സാധനമൊക്കെ എടുത്ത് പച്ചമുളക് എല്ലാം അതിലുണ്ട്. അപ്പൊ അത് ഇട്ടണ്ടിരിക്കുക. ഇനി മൂടി വെച്ച് വേവിക്കണം. ആണോ? വെള്ളമുള്ളതാ. ഇളക്കണം. അത് നേരം. എന്താണ് ഓടിക്കളയണം? അപ്പൊ കണ്ട കൂട്ടുകാരെ, അവിടെ മീൻകറി അല്ലേ അടപ്പത്ത് വെച്ച് ഇപ്പുറത്ത് 2 അടപ്പയിലാണ് ശരണ്യ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് വേഗണം അല്ലേ? ഓ, അത് പറ്റിയ വെള്ളമൊക്കെ പറ്റിയല്ല? ആണോ? അതെന്നാണ് ഇടുന്നത്? കുരുമുളക് പൊടി അല്ലേ? കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതപ്പോൾ വെള്ളം ഒഴിച്ച് പറ്റിക്കണ്ടേ? അല്ലെങ്കിൽ അതങ്ങനെ വേഗണമെങ്കിൽ അത് വെള്ളത്തിൽ കിടക്കണ്ടേ? പറഞ്ഞു തരികയല്ല, കണ്ടോളണം അല്ലേ? ഇപ്പൊ വെള്ളം ഉണ്ടല്ലേ? അപ്പൊ ഈ അടപ്പേന്ന് മാറ്റി CNG എല്ലാട്ട് മാറ്റാൻ പോയാണ്. ശരി ശരി. കൂട്ടി വെച്ചോണ്ടാണല്ലേ ഓണാക്കണം? കൈ പൊള്ളും. എന്നാ ഇത് വേഗട്ടെ അല്ലേ? അവിടെ അതും ആയ
കുറച്ചുകൂടെ വേകണം അല്ലേ? ആ പച്ചപ്പൊക്കെ മാറണം. ആ നേരത്ത് നമുക്ക് മോര് കാച്ചാനുള്ള പച്ചമോര് എടുക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. ആ മോര് കാച്ചണത് കൊണ്ടാ. മോര് കാച്ചില്ല, പച്ചമോരായിട്ട് എടുക്കണം. ആ പച്ചമോരായിട്ട്. ഇതിലെന്റെ സെറ്റപ്പൊക്കെ ഇട്ടോ എല്ലാരും അങ്ങനെ ചെയ്യാൻ പോലെ അപ്പൊ കയ്യിൽ നിന്ന് വിട്ടു പോകുമായിരിക്കും. ഞാനത് കണ്ടിട്ടുണ്ട്. ആ ഇപ്പൊ എന്തടിക്കാണ്? കട്ട തൈര്. കട്ട തൈരാണല്ലേ? ഇത് ഞാൻ അടിച്ചെടുക്കണം. ആ നമുക്ക് കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് സവോള വെച്ച് നമുക്ക് ഇത് ചെയ്യാം. പിന്നെ ഇത് ഈ പാത്രത്തിൽ തന്നെയാണ്. അതൊന്ന് കൂട്ടുകാരെ കാണിച്ചു. ഈ പാത്രത്തിൽ കണ്ടാ കൂട്ടുകാരെ ഇഞ്ചിയും പച്ചമുളകും. ആ എന്താണ് ആയാ? കരിഞ്ഞ അങ്ങോട്ട് തൈരിന്റെ പുറകെ പോയോണ്ടാണല്ലേ? നമ്മുടെ കൈ എല്ലാവർക്കും കുഴപ്പമില്ല, കൈ എല്ലായിടത്തും എത്തണല്ലേ? ഞാൻ മാത്രം ഉള്ളോണ്ടേ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മേനെ എന്നെങ്കിലൊക്കെ ഏൽപ്പിക്കായിരുന്നു. തീ കുറച്ച് വെച്ച് ഇനി മൂടി വെക്കണ്ട. മൂടി വെച്ചേ അതിന്റെ വെള്ളം ഇറങ്ങും. അങ്ങനെയുണ്ടല്ലേ? ഞാനിതിന് ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്ത് ഇതിന് വേണ്ടിയല്ലേ? നമ്മുടെ തൈരിന് വേണ്ടി. നിങ്ങളോടൊപ്പം ഞാൻ ഇത്രയും ചീരുവായിരിക്കണം. ഇത്രയും ഇഞ്ചൊന്നും ഇടത്തില്ല, കുറച്ച് ഇഞ്ചി ഇടത്തുള്ളൂ. ബാക്കി ചെത്തി അങ്ങ് മാറ്റി വെക്കും. സവോളയൊക്കെ പൊളിച്ച തൊലിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എല്ലാം വൃത്തിയാക്കി. ഞാൻ ഒന്ന് വൃത്തിയാക്കിയത് തിരുതിപ്പണി ആയല്ലേ? അതെ അതെ അതെ. ശരണ്യ അടിച്ചെടുത്ത് ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പൊ തൈരൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനി എന്നാണ് അങ്ങനെ അത് റെഡിയായല്ലേ? ഇങ്ങനെ തൈര് പച്ചമുളക് റെഡി. പച്ചമുളക് റെഡിയായി. അപ്പൊ അതെ ഇതിവിടെ ഇരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അച്ഛനെ പച്ചമുളക് ഇഷ്ടം. പച്ചമുളക് ഉണ്ടെങ്കിൽ ചോറ് ഓരോരുത്തരുടെ ടേസ്റ്റ് ഒക്കെ അറിഞ്ഞു വെച്ചിരിക്കുകയാണ് ശരണ്യ. ഇനി ഇതുമേലാണോ പരിപാടി? തന്നെ അടിക്കും. തേങ്ങയിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. തേങ്ങ ചതക്കത്തില്ല ശരണ്യ. തോരത്തിനൊന്നിനും ചതക്കത്തില്ല. ഉതിർന്ന് കിടക്കണം ശരണ്യ. തേങ്ങ അരച്ച് പിന്നെ അത് ഈളാപ്പോയാവും. അപ്പൊ അങ്ങനെ നമ്മുടെ തോരനും റെഡി. ഇനി എന്നെ അടിക്കുക. വേപ്പില ഇടണം. വേപ്പില ആദ്യം അല്ലേ ഇടണം? ഈ കടുക് പൊട്ടിക്കുമ്പോ വേപ്പില ഇട്ടാൽ എന്താ? ആണോ? ഈ വേപ്പില കഴുകി വെച്ചിരിക്കുകയാണ്. നമ്മള് കഴുകിയാ മതി. അപ്പൊ വേപ്പിലൊക്കെ വെച്ച് അങ്ങനെ പച്ചക്ക് തന്നെ ഇരിക്കും. അപ്പൊ കൂട്ടുകാരെ ശരണ്യയുടെ തോരൻ ഏകദേശം റെഡിയായിരിക്കുകയാണ് അല്ലേ? ഇതാണ് പടവലം തോരൻ വെച്ചത്. ഇതുപോലെയൊക്കെ എല്ലാവരും ഇനി നമ്മുടെ മീൻ കറി കൂടി റെഡിയായാൽ മതി അല്ലേ? തോരൻ വേറെ പാത്രത്തിലായിട്ട് മാറ്റിയാണ്. അതെന്തിനാണ് അതിൽ മൂടി വെച്ചാ പോരാൻ? എന്നെ ആക്കണം പാത്രത്തിലാക്കണം. എന്നിട്ട് ഈ പാത്രം തേച്ച് കഴുകി വെക്കണം. എന്നാലേ രണ്ട് ഐറ്റം ചെയ്ത് വെച്ച്. അപ്പൊ ഇനി മീൻകറി കൂടി കൊണ്ട് തീർന്നില്ലേ? ടോബിയുടെ മീൻ കൂടി വേവിച്ചു കൊടുക്കണം അല്ലേ? ടോബിയുടെ മീനല്ലേ? ടോബിയുടെ മീൻ
ടോബിയുടെ മീൻ വെക്കുമ്പോൾ പുളിയൊന്നും ഇടണ്ടെന്നാണ് എല്ലാ കൂട്ടുകാരും പറയണത്. ഒന്നും അങ്ങനെ വെച്ച് നോക്കൂ അവൻ കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ. ഇവൻ ഈ ഉപ്പും പുളിയൊക്കെ ഉണ്ടെങ്കിൽ അവനും കഴിക്കുള്ളൂ. അതാണല്ലേ. മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ അതിന്റെ വിഷം. പക്ഷെ അവൻ തിന്നത്തില്ല ഇങ്ങനെ വെച്ചു. ഇനി വെച്ച് നോക്ക്. കൂട്ടുകാർ പറഞ്ഞിട്ട് പുളിയൊന്നും ഇരുന്നില്ല. പുളി ഇടാതെ വെച്ച് നോക്കാം അല്ലേ? വെച്ച് നോക്കാം. ഉപ്പിടണം അല്ലേ? അപ്പൊ ഇനി അത് വേകട്ടെ. നമുക്ക് മീൻ പറ്റിച്ചിട്ട് അങ്ങോട്ട് വെക്കാം. ഞാൻ എടുക്കണം. ഞാൻ എടുത്തോളാം. അത് ചൂടാണ്. അത് ഞാൻ കേക്കിയല്ല ശരണ്യയുടെ. ശരണ്യ ഞാൻ എടുത്തോളാം. ചൂട് ഞാൻ പറഞ്ഞ് എടുക്കാം. കാണിച്ച് ഇങ്ങനെ പറ്റിയല്ലേ? ഇനി ഇത് ഇളക്കി കൊടുക്കണം അല്ലേ? ഇതൊക്കെ പറ്റി. ഈ പൊടിമത്തിക്ക് കുറെ വേവൊന്നുമില്ല, കുറച്ച് വേവുള്ളൂ. പക്ഷെ ഞാൻ വെച്ച് വേവിക്കും, അല്ലെങ്കിൽ ഒരു നമുക്ക് തൃപ്തിക്ക് തൃപ്തിയാവത്തില്ല. നമ്മളെപ്പോ ചിലവർ അങ്ങോട്ട് വെക്കുന്നതാണ് ഇങ്ങോട്ട് എടുക്കുന്നത്. നമുക്ക് പറ്റത്തില്ല. നമുക്ക് അതിനകത്ത് വെച്ച് നല്ല എരിവും പുളിയാറ്റെല്ലാം തിന്നണം. പിന്നെ മീൻ പറ്റിച്ചതിന് പ്രത്യേകം പുളി വേണം കേട്ടോ. അതുകൊണ്ടാണ് കൂട്ടുകാരെ ഇത് ഇങ്ങനെ കറക്റ്റായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കണ്ട കൂട്ടുകാർ കണ്ടല്ല മീൻ പറ്റിച്ചത്. അതെന്താണ്? മുളക് പൊടി അത് വിട്ടിളക്കിയത്. നമ്മളെ പൊടി മത്തി ആയതുകൊണ്ട് ഇച്ചിരി ഉടഞ്ഞെല്ലാം പോകും. മീൻ പറ്റിച്ചത് ചെയ്യണതല്ലേ? മീൻ പറ്റിച്ചത് നമ്മുടെ ആലപ്പുഴ ചെയ്യുന്നത്. എന്നാണ്? ഞങ്ങളവിടെ ഇങ്ങനല്ല മീൻ പറ്റിക്കുന്നത്. അല്ലല്ലേ? മീനിന്റെ കൂടെ അരപ്പും ചേർത്ത് പുളയും ചേർത്ത് ഇഞ്ചിയെല്ലാം ചതച്ചണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ച് അങ്ങനെ വെക്കുക. അങ്ങനെയാണ് കോട്ടയത്ത് ചെയ്യുന്നത്. കോട്ടയത്ത് ചെയ്യുന്നത്. ഇതാണ് ആലപ്പുഴ ചെയ്യുന്നത്. ആലപ്പുഴ ചെയ്യുന്നത് ഇങ്ങനെ. എല്ലാരും അല്ല, നമ്മുടെ വീട്ടിൽ. ഇനി ഇത് പാത്രത്തിലോട്ട് മാറ്റുക. ചട്ടിക്കകത്ത് മീൻ പറ്റിച്ച ചട്ടി തന്നെ ഇരിക്കണം. കൂട്ടുകാരെ കണ്ട അതെ കാണിച്ചു തരാം. നല്ല അടിപൊളി മീൻ പറ്റിച്ചതാണ്. അപ്പൊ ഇനി അത് കഴുകി എടുത്തിടണം അല്ലേ? വേണ്ട. അങ്ങനെ വേപ്പിലയൊക്കെ ഇട്ട് അല്ലേ? വേപ്പിലിട്ട് ഇനി ഇളക്കി കൊടുക്കുക. നമ്മുടെ മീൻ പറ്റിച്ചതും പക്ഷെ മീൻ പറ്റിച്ച് ഇങ്ങനെ അല്ലായിരുന്നു. പാടാണ്. കുടഞ്ഞു എടുക്കണം അല്ലേ? പിന്നെ കൂട്ടുകാരെ ഇതിൻ്റെ ഇടക്ക് അവൻ നമ്മുടെ ടോബിയുടെ അവൻ്റെ ഇതൊക്കെ പറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെ ടോബിയുടേത്. അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ അല്ലേ ശരണ്യ നമ്മുടെ തോരനൊക്കെ റെഡിയായല്ലേ? അതുപോലെ ആദ്യമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. കാരണം ഇന്നിച്ചിരി ധൃതിയായിപ്പോയല്ലേ കൂട്ടുകാരുടെ. അധികം ഒന്നും ശരണ്യക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല. ഒരു സ്ഥലത്ത് വരെ പോയിട്ട് നമ്മൾ വിശന്നിരിക്കാൻ പാടുണ്ടോ? അപ്പൊ അവര് വരുമ്പോ നമുക്ക് ചോറ് കൊടുക്കാല്ലോ. അതിനെ ഞാൻ തിരുതിക്ക് വെച്ചു. പിന്നെ എന്റെ സമയം പോയായിരുന്നു. അതെ, അപ്പൊ അത് കാരണമൊക്കെയാണ് കൂട്ടുകാരെ ഈ വീഡിയോയിലും ആരുടെയും പേരൊന്നും പറയാൻ സാധിച്ചില്ല. ഒന്ന് ക്ഷമിക്കുക. അപ്പൊ അടുത്ത വീഡിയോക്ക് എന്തായാലും ഉറപ്പായിട്ടും പറയും.
പിന്നെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.